പ്രിയ കൂട്ടുകാരെ, കുമ്പളങ്ങ കൊണ്ട് വേനൽക്കാലത്തൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു പാൽക്കറിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കുമ്പളങ്ങ പാൽക്കറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കുമ്പളങ്ങയുടെ എല്ലാ സവിശേഷതകളും നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് നമ്മുടെ കുടലിന് ഏറ്റവും കൂടുതൽ സുഖപ്രദമായ ഒരു അവസ്ഥ നൽകുന്ന പച്ചക്കറിയാണിത്. ദഹിക്കാനും വളരെ എളുപ്പമാണ്. ധാരാളം വെള്ളം അടങ്ങിയതിനാൽ നമുക്കിത് എപ്പോഴും നല്ലൊരു സുഖം തരും. അതുമാത്രമല്ല, എരിയും പുളിയും കൂടുതലുള്ള കറികളേക്കാൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യാനും ഈ ഒരു കുമ്പളങ്ങയ്ക്ക് കഴിയും. വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് സമയം വേണ്ട, ഒരുപാട് സാധനങ്ങൾ വേണ്ട. പിന്നെ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയും കൂടിയാണ്. ഒരുപാട് കുറുകാനും പാടില്ല, ഒരുപാട് വെള്ളം പോലെയും ആകാൻ പാടില്ല. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചോറിലേക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓണക്കാലം ആകുമ്പോഴാണ് കുമ്പളങ്ങ നിറയെ തൊടിയിൽ കായ്ക്കാറുള്ളത്. ഞാൻ ഇതിൻ്റെ വിത്തുകൾ തൊടിയിൽ വലിച്ചെറിയുകയാണ് ചെയ്യുക. അത് മെയ് മാസത്തിലെ വേനൽ മഴയിൽ മുളച്ചു പൊന്തുകയും ഓണത്തിന് കായ്ക്കുകയുമാണ് ചെയ്യുന്നത്. കുമ്പളങ്ങ വള്ളികളെ മരത്തിൽ പടർത്തിയെടുത്താൽ നിറയെ കുമ്പളങ്ങകൾ മരത്തിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കായ്ച്ചു നിൽക്കും. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പന്തലിട്ടും ഇത് വളർത്താം. നിലത്ത് പടർത്തുന്നതിനേക്കാളും കൂടുതൽ ഉയരത്തിലെത്തിയ വള്ളികളിൽ കായ ഉണ്ടാവുകയും ചെയ്യും. കുമ്പളങ്ങ കൊണ്ട് എളുപ്പത്തിലൊരു കറി, അത് വയറിന് ദോഷമില്ലാത്ത വിധം നമുക്ക് വെച്ചെടുക്കാം. കുമ്പളങ്ങ വയറിന് ഉത്തമമാണ്. മാത്രമല്ല, വളരെ എളുപ്പത്തിൽ ഇത് വെച്ചെടുത്ത് നമുക്ക് ചോറിനൊപ്പം ഒഴിച്ചു കൂട്ടാം. നല്ലൊരു ഉപ്പേരിയോ മീൻ വറുത്തതോ ചിക്കൻ ഫ്രൈയോ ഒക്കെ കൂട്ടി നമുക്ക് ആ ചോറ് കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പം ഇത് ഞാൻ ഒരു 1/2 കിലോളം കുമ്പളങ്ങയാണ് തൊലിച്ചെത്തി എടുത്തിട്ടുള്ളത്. നല്ലപോലെ ചെറുതാക്കി നുറുക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിക്കാൻ ഇടാം. നമ്മളൊരു അലുമിനിയം പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വേഗം വെന്ത് കിട്ടും. കുമ്പളങ്ങയ്ക്ക് വലിയ വേവില്ല, നല്ല പോലെ വേവും വേണം. ഇതിൽ മുങ്ങാൻ പാകത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും വെള്ളവും മാത്രമാണ് വേവുന്ന സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. യാതൊരുവിധ പൊടികളും ചേർക്കുന്നില്ല. ഇനി ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം. ഞാനിത് വേവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കറിയിലേക്ക് ചേർത്തുന്നത് ഈ ഒരു 3 സാധനമേ ഉള്ളൂ. ഒരു 6 ചെറിയുള്ളിയും ഒരു 3 എരിവുള്ള പച്ചമുളകും 3/4 മുറി നാളികേരവും. ഇത് നല്ല പോലെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡി. കുമ്പളങ്ങ കഷ്ണങ്ങൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊഴിക്കാം. വെളുത്ത കറി എന്നറിയപ്പെടുന്ന ഈ കറി വളരെ എളുപ്പമാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഇതൊരു 5 മിനിറ്റ് തിളച്ചാൽ നമ്മുടെ കറി റെഡിയായി. ഇത് ചോറിലേക്ക് നല്ല കറിയാണ്. ഒരു ദോഷവുമില്ല നമ്മുടെ ശരീരത്തിന്. മാത്രമല്ല, ഇത് വേനൽക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കറിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ്. അപ്പോൾ ഇത് തിളച്ച് വാങ്ങി വെച്ചാൽ നമ്മുടെ കറി റെഡിയാണ്. കുമ്പളങ്ങ പാൽക്കറി. തേങ്ങയുടെ പാൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഇങ്ങനെ പച്ചമുളകും നാളികേരവും കൂട്ടി അരച്ച് ഒഴിക്കുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ.